കണ്ണൂർ ബേക്കറികളിലൊക്കെ കിട്ടുന്ന നല്ല ആരെടുത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു കലത്തപ്പം. അപ്പം നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് കലത്തപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരിയൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് 1 കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന് അളന്നിട്ടാണ് പച്ചരി എടുത്തത്. ഇനി ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടൊന്ന് വരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുങ്ങിക്കിടക്കുന്നതിനും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 മണിക്കൂറോളം കുതിരാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. സമയം ഉണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറെല്ലാം കുതിർത്തിയതിന് ശേഷം ഇത് റെഡിയാക്കാം. സമയം തീരെ കുറവാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് കലത്തപ്പം വേണമെന്നെല്ലാം ഉണ്ടെങ്കിൽ 2 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ മതി. അതിനുശേഷം അരച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് ഒരു 4 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് തന്നെ അരിയെല്ലാം കുതിർന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചോറും 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ അടുത്ത് ഏലക്കായ് പൊടി ഇല്ലെങ്കിൽ അരക്കുന്ന സമയത്ത് അതിലേക്ക് 2 ഏലക്കായും കൂടെ ചേർത്തിട്ട് അരക്കുക. ഞാനിപ്പോൾ പൊടിയുള്ളത് കൊണ്ട് ലാസ്റ്റ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു മിക്സീൻ്റെ ജാറിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത അരി മുഴുവനും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അരി മുങ്ങിക്കിടക്കുന്നതിലും കുറച്ച് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു ബാറ്റർ വേണ്ടത്. അരച്ചതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 അച്ച് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 അച്ച് എന്ന് പറയുമ്പോൾ ഇതൊരു 283 ഗ്രാം ആ ഒരു അളവിലാണ് ഉള്ളത്. 250 മുതൽ 300 ഗ്രാം വരെ ശർക്കര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് മധുരമാണ്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 300 ഗ്രാമോളം ശർക്കര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് ഈ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. ഒരുപാട് തിളച്ചങ്ങ് കുറുകൊന്നും വേണ്ട, ശർക്കര ഒന്ന് മെൽറ്റായാൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ട് തിളച്ച് ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ചൂടോടെ തന്നെ അരിച്ചിട്ട് നമുക്ക് ഈ അരച്ച് വെച്ച അരി ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു ചൂടോടെ തന്നെ അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ശർക്കര ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു അരി അരച്ചതുണ്ടല്ലോ കട്ട കെട്ടതുപോലെ ആവും. അതുകൊണ്ട് ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശർക്കരയും അരിയും എല്ലാം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ കലത്തപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കലത്തപ്പത്തിൻ്റെ ബാറ്റർ. കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ, ഒരുപാട് തിക്കായിട്ടുള്ള ബാറ്ററല്ല. ഈ ഒരു രീതിയിൽ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഏത് കുക്കറിലാണോ കലത്തപ്പം റെഡിയാക്കുന്നത് ആ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു കുക്കറാണ് എടുത്തത് കേട്ടോ, കുറച്ച് ചെറിയ കുക്കറാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകിൽ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂണോളം ഗീയും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സാക്കി ഇത് ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ ഈ ഒരു രീതിയിൽ കളറാവുമ്പോൾ ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ചെറിയൊരു കഷ്ണം സവാളയാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി ആ സവാളയും കൂടി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. അപ്പോഴത്തേക്ക് ആ തേങ്ങാക്കൊത്തും കൂടി കറക്റ്റ് ആയി കിട്ടും. അപ്പോൾ തേങ്ങാക്കൊത്തും സവാളയും ഒക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്കിതിൽ നിന്നും പകുതിയോളം കോരിയിട്ട് മാറ്റാം. തേങ്ങാക്കൊത്തും സവാളയും പകുതിയോളം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി പകുതി ഇതിലുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒഴിക്കുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ബാറ്റർ മുഴുവനും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തീ ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത്. 1 മിനിറ്റോളം തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ മുരിഞ്ഞ് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ച ആ ഒരു സവാളയും തേങ്ങാക്കൊത്തും ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇതുപോലെ എടുത്തിട്ട് പിന്നീട് മുകളിൽ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എണ്ണേൻ്റെ കൂടെ തന്നെ മുഴുവനായിട്ട് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ബാറ്ററെല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഈ ഒരു തേങ്ങാക്കൊത്തും ഉള്ളിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. ഇനി അടച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക. 1 മിനിറ്റ് മാത്രമേ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ടൂ. പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം വെക്കുക. അപ്പോഴത്തേക്ക് ഇതുപോലെ ആവി പുറത്തേക്ക് വരാൻ തുടങ്ങും. പിന്നെ അടച്ച് വെക്കുന്ന സമയത്ത് കുക്കറിൻ്റെ ആ ഒരു മൂടിൻ്റെ വെയിറ്റ് ഊരി മാറ്റാൻ മറക്കരുത്. 5 മിനിറ്റ് ആയപ്പോൾ നല്ലതുപോലെ ആവി പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല വീഡിയോയിൽ. നന്നായിട്ട് ആവി പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി ചെറിയ തീയിലാക്കിയിട്ട് ഒരു 12 to 15 മിനിറ്റോളം വെക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ കൽത്തപ്പം ഇതുപോലെ നന്നായിട്ട് റെഡിയായി കിട്ടും. 15 മിനിറ്റ് വെച്ചതിന് ശേഷം അടുപ്പ് ഓഫ് ആക്കിയിട്ട് ഒരു 5-6 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. അങ്ങനെ 15 മിനിറ്റിന് ശേഷം 5 മിനിറ്റ് വെച്ചിട്ടാണ് അടുപ്പ് ഓഫ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്തത്. നന്നായിട്ട് തന്നെ കറക്റ്റായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം കട്ട് ചെയ്ത് സർവ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂട് പോയിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ബേക്കറിയിൽ നിന്നൊക്കെ കൽത്തപ്പം വാങ്ങുന്നതിനേക്കാളും നല്ല രുചിയായിട്ട് കുറഞ്ഞ ചേരുവയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അരിപ്പൊടി കൊണ്ട് ഉണ്ടാകുന്ന കൽത്തപ്പത്തിൻ്റെ വീഡിയോ ഞാൻ 3-4 വർഷങ്ങൾക്ക് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ല കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഈ ഒരു കൽത്തപ്പം ഉണ്ടാക്കി നോക്കുക. ചൂട് ചായക്കൊപ്പം ഇതൊരു പീസ് മതി. അത്രയും ടേസ്റ്റുള്ള നല്ലൊരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.